ശ്ലീഹാകാലം 4-ാം ഞായർ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 6 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. വിചിന്തനം. യേശുവിന്റെ സുവർണ നിയമം. പ്രിയ സഹോദരങ്ങളെ, 2004 മാർച്ച് മാസം 7-ാം തീയതി ദീപിക ദിനപത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിന്റെ സന്ദേശത്തിലേക്ക് നമുക്ക് കടന്നുവരാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചൈനയിലെ ഒരു കുടുംബത്തിലാണ് ഈ കഥ നടക്കുന്നത്. ആ കുടുംബത്തിലെ ഹുങ്ങും ലിനിയും വിവാഹിതരായി കുടുംബജീവിതം ആരംഭിച്ചിരിക്കുന്നു. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടതും ഇണങ്ങിയതുമായിട്ടുള്ള വിവാഹമായതുകൊണ്ട് വളരെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടിയാണ് അവർ കുടുംബജീവിതം ആരംഭിച്ചത്. ആ കുടുംബത്തിൽ അവരോടുകൂടി അവരുടെ അമ്മയും കുടുംബാംഗം എന്ന നിലയിലുണ്ട്, ഭർത്താവിന്റെ അമ്മ. നാളുകൾ പിന്നിടും തോറും അമ്മായിമ്മയ്ക്ക് മരുമകളുടെ പ്രവർത്തന ശൈലിയിലെ അതൃപ്തി, അവൾ ചെയ്യുന്നതൊന്നും ശരിയാവുന്നില്ല എന്നതാണ് അമ്മായിമ്മയുടെ ചിന്ത. എന്തിനും ഏതിനും മരുമകളെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതി ആ ഭവനത്തിലുണ്ടായി. മരുമകള് അതിനോട് വളരെ ക്ഷോഭപൂർവമാണ് പ്രതികരിച്ചത്. അങ്ങനെ ആ കുടുംബത്തിലുണ്ടായിരുന്ന സമാധാനം നഷ്ടപ്പെടാനിടവരുന്നു. മകൾ ലീനി ഭർത്താവിനോട് ഇതേപ്പറ്റി പല അവസരങ്ങളിലായിട്ട് പരാതിപ്പെട്ടു. ഭർത്താവാണെങ്കിൽ അമ്മയുടെ ഏക മകൻ, അമ്മയോട് കടുത്തൊന്നും പറയാൻ മകന് സാധ്യമല്ല. ഭാര്യയെ വിഷമിപ്പിക്കാനും മകന് ഇഷ്ടമില്ല. എന്തു ചെയ്യും? ഇവര് തമ്മിലുള്ള യുദ്ധത്തിന്റെ അടിസ്ഥാനത്തില് എന്താണ് തന്റെ നിലപാട് എന്ന് മുഴുവനും പിടിയില്ലാതെ ഒരുതരം മരവിപ്പ് അനുഭവിച്ചു നിൽക്കുകയാണ് മകൻ. ഭർത്താവിനോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ഒരു ദിവസം ലിനിയുടെ മനസ്സിലേക്ക് കയറി വന്നൊരു ചിന്ത, ഈ തള്ള കാലപുരിക്ക് പോയാൽ നല്ലതായിരുന്നല്ലോ, സമാധാനം കിട്ടും. അമ്മയെ പറ്റിയിട്ട് അങ്ങനെ ഒരു ചിന്ത ലിനിയുടെ മനസ്സിൽ വന്നേ. ഈ തള്ള അങ്ങോട്ട് വകവരുത്തിയാലോ? ഇത്രയും കഠിനമായിട്ടും ദുഷ്ടമായിട്ടുള്ളൊരു ചിന്ത ആ സാഹചര്യത്തില് ലിനിയുടെ മനസ്സിലേക്ക് കയറി വരാനിട വന്നു. ഭർത്താവിനോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ ഒരു ചിന്ത ഉള്ളിൽ കയറിക്കൊണ്ട് ഒരു ദിവസം ലിനി തന്റെ സ്വന്തം വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് കുടുംബാംഗങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വേണ്ടത് വേണ്ടോണം എന്ന് തന്നെ പറയാം. അമ്മായിമ്മയായിട്ടുള്ള ഒരു രസക്കേട് ഈ ലിനിയുടെ പിതാവിന്റെ പിൻബലത്തോടുകൂടെ ലിനി ആ നാട്ടിലെ ഒരു വൈദ്യനെ സമീപിക്കുന്നു. വൈദ്യനോട് ലിനിക്ക് പറയാനുള്ളത്, അമ്മയെ സാവകാശം മരിക്കാനിടവരുന്നാവുന്ന വിഷാംശങ്ങൾ എന്തെങ്കിലും അടങ്ങുന്ന വല്ല മരുന്നും ഉണ്ടോ എന്നറിയാനാണ് ലിനി രഹസ്യത്തിൽ ആ വൈദ്യന്റെ അടുത്ത് ചെന്നത്. ലിനി തന്റെ സങ്കടകരമായിട്ടുള്ള സ്ഥിതിവിശേഷം വൈദ്യനെ അറിയിക്കുന്നു. വൈദ്യൻ അല്പം ചിന്തിച്ചതിനു ശേഷം തന്റെ കൈവശമുള്ള ഒരു പൊടി ഭദ്രമായ രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് ലിനിയെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, നീ വീട്ടിൽ ചെന്ന് ഈ പൊടിയിൽ നിന്ന് 1/2 ഗ്രാം വെച്ച് 3 നേരം നിന്റെ അമ്മയ്ക്ക് ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കണം. 5-6 മാസം ഈ പൊടിപ്രയോഗം നടക്കുമ്പോ അമ്മയുടെ ശരീരത്തിൽ വിഷം കയറി നീ ആഗ്രഹിച്ച അമ്മയ്ക്ക് സംഭവിക്കും. അമ്മ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിരിക്കും. പക്ഷെ ഒരു കാര്യം വൈദ്യൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചു, നീ വളരെ സന്തോഷത്തോടും ആദരവോടും കൂടി നിന്റെ അമ്മയോട് പെരുമാറണം. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങൾ രുചികരമായ രീതിയിൽ നീ പാകപ്പെടുത്തി അതിലായിരിക്കണം നീ പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. നിന്റെ പെരുമാറ്റം കാണുമ്പോൾ ഒരു തരത്തിലും നിന്നെ മറ്റുള്ളവർ സംശയിക്കില്ല. വളരെ വളരെ താല്പര്യത്തോടു കൂടി നീ നിന്റെ അമ്മയോട് പെരുമാറണം. എങ്കിലേ ഇത് വിജയിക്കൂ, ഈ വിഷം പ്രവർത്തിക്കൂ എന്നുള്ള നിർദ്ദേശത്തോടു കൂടി ആ വൈദ്യൻ തന്നെ സമീപിച്ച ആ കുട്ടിയെ പറഞ്ഞുവിട്ടു.
അവൾ അതിന്റെ കുറ്റൻസ് മനസ്സിലാക്കി സന്തോഷത്തോടു കൂടി തന്നെ ആരും തന്നെ സംശയിക്കാതിരിക്കാൻ വേണ്ടി വീട്ടിൽ ചെന്ന് അമ്മയോട് വളരെ വളരെ സന്തോഷത്തോടും ആദരവോടും ബഹുമാനത്തോടും കൂടിയൊക്കെ പെരുമാറാൻ തുടങ്ങി. സ്നേഹത്തോടുകൂടി അമ്മയോട് പെരുമാറാൻ തുടങ്ങി. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പന്നിയിറച്ചിയും കോഴി കറിയും ഒക്കെ ഉണ്ടാക്കി വളരെ രുചികരമായ രീതിയിൽ അത് പാകപ്പെടുത്തി അതിലാണ് ലിനി ഈ പൊടി ചേർത്തിട്ട് അമ്മയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നു. കാര്യം ഭദ്രം. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോ അമ്മായിമ്മയുടെ മനസ്സിൽ വലിയ മാറ്റം. എന്റെ മരുമകളുടെ സ്വഭാവമൊക്കെ മാറിയല്ലോ. അവൾ എന്നോട് എത്രയോ സന്തോഷത്തോടും താല്പര്യത്തോടും കൂടി പെരുമാറുന്നു. എന്റെ കാര്യം അവൾ വളരെ വളരെ കാര്യമായിട്ട് പരിഗണിക്കുന്നു. ഒരു മരുമകൾ എന്നതിനേക്കാൾ ഒരു മകൾ എന്ന വിധത്തിലാണ് അവൾ എന്നോട് പെരുമാറുന്നത് എന്ന രീതിയിൽ മനസ്സിലേക്ക് ആ ചിന്ത വന്നപ്പോ അമ്മായിയമ്മയും മരുമകളോട് വളരെ സന്തോഷത്തോടു കൂടി പെരുമാറി. ദുഷ്ടലാക്കോടുകൂടിയാണ് എന്ന് ഒരിക്കലും ലിനി വളരെ വളരെ സ്നേഹത്തോടുകൂടി അമ്മായിയമ്മയോട് പെരുമാറി. അങ്ങനെ അവര് മനസ്സുകൊണ്ട് അടുത്തു. ഒരാൾക്ക് ദുഷ്ടലാക്കാണ് എന്ന് ഒരിക്കലും അമ്മയ്ക്ക് യഥാർത്ഥത്തിൽ മരുമകളിൽ കാണുന്ന വ്യത്യാസമാണെന്ന് വിചാരിച്ച് അമ്മായിയമ്മയും സ്നേഹത്തോടുകൂടി പെരുമാറി. അങ്ങനെ ഇരിക്കെ ലിനിയുടെ മനസ്സിലെ വലിയൊരു ദുഃഖം. ഞാൻ ചെയ്ത് ശരിയായി പോയില്ല. എന്റെ അമ്മയെ വധിക്കാൻ വേണ്ടി ഞാൻ ഏർപ്പാട് ചെയ്ത് ലോകം ആരും അറിഞ്ഞിട്ടില്ല. എങ്കിലും അത് ശരിയായി പോയില്ല. അമ്മയെ എനിക്ക് വേണം. അമ്മ മരിക്കരുത്. വലിയ ഒരു ദുഃഖം ലിനിയുടെ മനസ്സിലേക്ക് കയറി വന്നു. ഇനി എന്താകുന്ന പ്രതിവിധി? അതുകൊണ്ട് ലിനി ഒരിക്കൽ കൂടി ആ വൈദ്യന്റെ അടുത്തേക്ക് ചെന്നു. ഊആങ് എന്നാണ് വൈദ്യന്റെ പേര്. ഊആങ്. വൈദ്യനെ സമീപിച്ചുകൊണ്ട് ലിനി ചോദിച്ചു, എന്റെ അമ്മ മരിക്കരുത് വൈദ്യരെ. എനിക്ക് അമ്മയെ വേണം. അതുകൊണ്ട് ഏതെങ്കിലും അതിന് മറുമരുന്നുണ്ടോ? അമ്മയുടെ ശരീരത്തിലെ ഇതിനകം വ്യാപിച്ചുള്ള വിഷം നിർവീര്യമാക്കാൻ വേണ്ടി തക്കതായിട്ടുള്ള മറുമരുന്ന് എനിക്ക് കിട്ടണം. ഞാൻ അതിനു വേണ്ടിയാ ഇപ്പൊ സമീപിച്ചിരിക്കുന്നത്. അവളുടെ ആ വികാര വായ്പൊക്കെ കണ്ട് ചിന്തയോടുകൂടി തന്നെ അർത്ഥപൂർണമായ രീതിയിൽ ഒന്ന് മന്ദഹസിച്ചുകൊണ്ട് വൈദ്യൻ പറഞ്ഞു, മകളെ, നിനക്ക് ഞാൻ തന്ന പൊടിയിൽ ഒരു വിഷവും ഉണ്ടായില്ല. അത് ഹെർബോ മിനറൽ വിഭാഗത്തിൽപ്പെട്ട ഒരു പൊടിയാണ് ഞാൻ നിനക്ക് തന്നത്. വിറ്റാമിനുകളും ധാതുലവനങ്ങളും ഒക്കെയാണ് അതിൽ ചേരുവ. അത് കഴിച്ചിട്ട് ആരും മരിക്കില്ല. അത് കൂടുതൽ ഓജസ്സും ഉന്മേഷമൊക്കെ ശരീരത്തിൽ ഉണ്ടാക്കുള്ളൂ. ഞാൻ തന്ന പൊടിയിൽ വിഷമുണ്ടായില്ല. വിഷം നിന്റെ മനസ്സിലായിരുന്നു. നിന്റെ മനസ്സിലുള്ള വിഷം ഇപ്പോ ഇറങ്ങി. നിന്റെ മനസ്സിലുള്ള വിഷം ഇറങ്ങി നീ പെരുമാറിക്കണ്ടപ്പോ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്ന വിഷവും ഇറങ്ങി. ഇതാണ് ഇവിടെ സംഭവിച്ചത്. രണ്ടുപേരുടെ മനസ്സിലുണ്ടായിരുന്ന വിഷം ഇറങ്ങി. അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായി. വിഷം നിങ്ങളുടെ മനസ്സിലായിരുന്നു. നിന്റെ മനസ്സിലായിരുന്നു കാളകൂടം വിഷം. ആ വിഷം നിർവീര്യമായിരിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചത് എന്ന് ആ വൈദ്യൻ ആ കുട്ടിയെ ധരിപ്പിക്കുകയാണ്. ഇവിടെയല്ലേ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്ന ആ സന്ദേശത്തിന്റെ പ്രസക്തി വളരെ തെളിവായും മിഴിവോടുകൂടിയും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യേശു ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നു, മറ്റുള്ളവർ എങ്ങനെ നിങ്ങളോട് പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുവിൻ. യേശു ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്കായിട്ട് നൽകുന്ന ജീവിത നിയമമാണത്. യേശുവിന്റെ ഈ അതുല്യ നിയമം സുവർണ നിയമം എന്ന നിലയിലാണ് ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്നത്. ദി ഗോൾഡൻ റൂൾ ഗിവൺ ബൈ ജീസസ് ക്രൈസ്റ്റ്. അതിന്റെ ഏറ്റവും പ്രത്യേകത അത് അത്ഭുതങ്ങൾ തന്നെ വിരിയിച്ചെടുക്കാൻ സാധാരണ മനുഷ്യന്റെ സാമാന്യ ജീവിതത്തിൽ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ലിനി തന്റെ അമ്മായിമ്മ എങ്ങനെ പെരുമാറണമെന്ന് മനസ്സിൽ കണ്ടു. ആ മനസ്സിൽ കണ്ട രീതിയിൽ അമ്മായിമ്മ പെരുമാറാൻ ഇടവരാത്തതിന്റെ അടിസ്ഥാനത്തിൽ ലിനി അമ്മായിമ്മോടും
വളരെ വളരെ പിശുക്കോടുകൂടി, വളരെ രോഷത്തോടുകൂടെ, സ്നേഹം ഒട്ടുമില്ലാത്ത രീതിയിൽ മരുമകളും അമ്മായിമ്മോട് പെരുമാറി. ഇനി പ്രതീക്ഷിച്ചത് അമ്മായിമ്മ വളരെ സ്നേഹത്തോടുകൂടി മരുമകളോട് പെരുമാറണം എന്നായിരുന്നു. പക്ഷേ ഇനി ആഗ്രഹിച്ചത് അമ്മായിമ്മ തന്നോട് എങ്ങനെ പെരുമാറണമെന്ന് താൻ ആഗ്രഹിച്ചോ അതുപോലെ താൻ പെരുമാറിയില്ല അങ്ങോട്ട്. ഇതായിരുന്നു ഇവിടുത്തെ യുദ്ധത്തിന്റെ അടിസ്ഥാനം. പക്ഷേ ദുഷ്ടലാക്കോടുകൂടിയാണ് എന്ന് വരികിൽ തന്നെ ഈ വൈദ്യന്റെ ഉപദേശപ്രകാരം മിനി അമ്മായിമ്മ എങ്ങനെ തന്നോട് പെരുമാറാൻ താൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ കള്ളലാക്കോടുകൂടിയാണ് എന്ന് വരികിൽ തന്നെ അമ്മായിമ്മോട് അങ്ങനെ പെരുമാറിയപ്പോ അമ്മായിമ്മ സന്തോഷത്തോടുകൂടി മരുമകളോട് പെരുമാറാൻ ഇടവരുന്നു. ആ പെരുമാറ്റം വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവം ആ കുടുംബത്തിൽ സംജാതമാക്കാൻ ഇടവരുന്നു. യഥാർത്ഥത്തിൽ അത്ഭുതങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ഇടവരുന്ന വളരെ ഉന്നത മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നിയമമാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എല്ലാ ധർമ്മമീമാംസകളുടെയും ചേരുവക, അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുന്ന ഒരു തത്വം. ഇത്രയും വിശിഷ്ടമായിട്ടുള്ള തത്വം ഈ ലോകത്തിലെ യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ജനനേതാവ്, മറ്റൊരു മതനേതാവ് ഈ ലോകത്തിന് പ്രദാനം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ നിയമത്തിനോട് അല്പം അടുത്തു വരുന്നൊരു നിയമം ചൈനയിലെ ദാർശനിക ചിന്തകനായ അവിടുത്തെ മതനേതാവും കൂടിയായിരുന്ന കൺഫ്യൂഷ്യസ് എന്ന് പറയുന്ന ആ ആദരണീയനായിട്ടുള്ള മനുഷ്യൻ ലോകത്തിന് പ്രദാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തത്വം ഇങ്ങനെയാണ്: മറ്റുള്ളവർ എങ്ങനെ നിങ്ങളോട് പെരുമാറരുത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറരുത്. മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യരുതെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളും മറ്റുള്ളവരോട് ചെയ്യരുത് എന്നാണ് കൺഫ്യൂഷ്യസിന്റെ നിയമം. ഇത് നിയമത്തിന്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വശമാണത്. യേശുവിന്റെ നിയമം ആ നിയമത്തിന്റെ സർഗാത്മകമായ ഭാവമാണത്. മറ്റുള്ളവർ എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നീ അവരോട് പെരുമാറണം എന്നല്ല യേശു പറഞ്ഞത്. മറ്റുള്ളവർ നിന്നോട് എങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നീ മറ്റുള്ളവരോട് പെരുമാറണം. ഇവിടത്തെ ഈ നിയമത്തിൽ പ്രധാനപ്പെട്ട കർത്താവ് നീയാണ്. യു ആർ ദി മാസ്റ്റർ ഓഫ് യുവർ ആക്ഷൻ, നോട്ട് ദി അതേഴ്സ്. പ്രവർത്തനങ്ങളുടെ നായകൻ കർത്താവ് നീയാണ് യേശു പറയുന്ന ആ നിയമത്തിലെ. ഇവിടെയാണ് ആ നിയമത്തിന്റെ ഏറ്റവും കൂടുതലുള്ള ആ ഉദാത്തത നിഴലിക്കുന്നത്. മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന പോലെ നീ പെരുമാറാനല്ല യേശു പഠിപ്പിക്കുന്നത്. മറ്റുള്ളവർ നിന്നോട് എങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നു അതുപോലെ നീ അവരോട് പെരുമാറ്. യു ആർ ദി മാസ്റ്റർ ഓഫ് യുവർ ആക്ഷൻ. നീയാണ് നിന്റെ പ്രവർത്തനങ്ങളെ ഗതി നിശ്ചയിക്കുന്നത്. നിന്നിലാണ് ശക്തിയിരിക്കുന്നത്. നീയാണ് സ്വർഗമാണോ നരകമാണോ നിനക്ക് വേണ്ടതെന്ന് നിശ്ചയിക്കുന്നത്. യേശുവിന്റെ തത്വത്തിന്റെ ആ മഹനീയത അതിലാണ് അടങ്ങിയിരിക്കുന്നത്. മക്കളെ, ഇത്രയും ഉദാത്തമായിട്ടുള്ള തത്വങ്ങള് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് യേശു ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ എന്നുള്ളത് നമ്മൾ മറക്കരുത്. വളരെ പ്രായോഗികമായിട്ട് ഈ തത്വം ആ വൈദ്യൻ ആ കുടുംബത്തിൽ പ്രാവർത്തികമാക്കാൻ ഇടവരുത്തിയ സാഹചര്യത്തില് ആ കുടുംബത്തിലുണ്ടായിരുന്ന യുദ്ധം പെട്ടെന്ന് അവസാനിക്കാൻ ഇടവരികയാണ്. ഒരു കൗൺസിലിംഗും അവിടെ ഫലപ്രദമായില്ല. ഒരു ഒത്തുതീർപ്പിനും അവിടെ പ്രസക്തി ഉണ്ടായിരുന്നില്ല. ഒരു സംസാരത്തിനും അവിടെ ഒരു സ്ഥാനമുണ്ടായില്ല. അവിടുത്തെ സ്ഥാനം അവിടെ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിച്ചു. യേശുക്രിസ്തു ഇന്ന് സുവിശേഷത്തിൽ നമുക്കായിട്ട് നൽകുന്ന ആ നിയമം, ആ ജീവിത നിയമം സാക്ഷാൽ പ്രാവർത്തികമാക്കിയപ്പോ നമ്മുടെ ജീവിതത്തിലും ഇത് പ്രാവർത്തികമാക്കാൻ ഇടവരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അസ്വസ്ഥതകള്, ഉരുണ്ടുകൂടുന്ന വിഷമങ്ങള്,
വളരെ വിസ്മയനീയമായ രീതിയിൽ അപ്രത്യക്ഷമാകുന്നത് കാണാനുള്ള യോഗം നമുക്ക് തന്നെ ഉണ്ടാകുമെന്നുള്ള സത്യം ഗ്രഹിക്കാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ ഒരുക്കട്ടെ.